നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ ദുക്രാന ഊട്ട് തിരുനാൾ ആഘോഷം നാളെ. 1,00,000 പേർക്കുള്ള ദുക്രാന ഊട്ടിനായി എല്ലാവിധ ഒരുക്കങ്ങളും തീർത്ഥകേന്ദ്രത്തിൽ പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം മാർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ. അതിമാരക മയക്കുമരുന്നായി MDMA-യുമായി യുവാവ് പിടിയിൽ. കടപ്പുറം തൊട്ടാപ്പ് കുടപ്പള്ളിക്കടുത്ത് ചാലിൽ വീട്ടിൽ ഷഹറൂഫാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 3.73 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ബസ് ജീവനക്കാർ. വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് തളി പാറപ്പുറം മണിമുക്കിൽ കുന്നത്തുള്ളി പീടികയിൽ 30 വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ. നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി മുരളി പെരുന്നെല്ലി MLA മാറിയെന്ന് DCC സെക്രട്ടറി V. വേണുഗോപാൽ. തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ പാരീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU പ്രതിഷേധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം. ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ട ഉടൻ മുൻവശത്ത് നിന്ന് പുക ഉയർന്നിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം എത്തിയതോടെ തീ ആളിക്കത്തി. എതിരെ വന്ന വാഹനയാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് നിർത്തി. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീ അണച്ചു. ബോണറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. സെൽഫ് മോട്ടോറും വയറുകളും കത്തിനശിച്ചു. യാത്രക്കാരെ വേറെ ബസ്സിൽ കയറ്റിവിട്ടു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഡിപ്പോയിലെ ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർത്തിരുന്നു. അതിമാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് പിടിയിലായി. കടപ്പുറം തൊട്ടാപ്പ് കുടപ്പള്ളിക്കടുത്ത് ചാലിൽ വീട്ടിൽ ഷഹറൂഫാണ് പിടിയിലായത്. 24 വയസ്സുണ്ട്. ഇയാളിൽ നിന്ന് 3.73 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ചാവക്കാട് ഇൻസ്പെക്ടർ A. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി പാറപ്പുറം മണിമുക്കിൽ കുന്നത്തുള്ളി പീടികയിൽ 30 വയസ്സുള്ള അബ്ദുൾ റഹ്മാനെയാണ് SI U. മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ജൂൺ 20-ാം തീയതിയാണ് മോഷണം നടന്നത്. തളിയിൽ സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പു സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളുമാണ് മോഷ്ടിച്ചത്. ഗോഡൌണിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് അകത്ത് കയറി മോഷ്ടിച്ചത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറയുന്നു. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ SI U. മഹേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റഹ്മാൻ പിടിയിലായത്. പ്രതി സാധനങ്ങൾ വിറ്റ ചാലിശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് ഓഫീസർമാരായ ജസ്റ്റിൻ അജീപനക്കൽ, K. സഗുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചാവക്കാട് ദേശീയപാത 66 മണത്തലയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ടെമ്പോയുടെ ടയർ പൊട്ടിത്തെറിച്ചു മറഞ്ഞു. പൊന്നാനി ഭാഗത്തുനിന്ന് പെരുമ്പാവൂരിലേക്ക് കശുവണ്ടിയുടെ തോട് അഥവാ ഷെല്ലുകൾ കയറ്റി പോവുകയായിരുന്ന മിനി ടെമ്പോയാണ് മണത്തല മസ്ജിദിന് സമീപം ദേശീയപാതയിൽ മറിഞ്ഞത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അപകടം. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് വാഹനം റോഡിൽ നിന്ന് നീക്കി. വാഹനത്തിലുണ്ടായിരുന്ന പരിക്കേറ്റ പെരുമ്പാവൂർ സ്വദേശികളായ വേനാട്ട് അബ്ദുറഹ്മാൻ, വാത്തയിൽ നാസർ എന്നിവരെ മണത്തല ലാസ്റ്റ് യു ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് നടപടി. ഈ ക്ഷേത്രത്തിലെ ധന്വന്തരി മൂർത്തിയെ കാണാൻ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ സമീപകാലത്തൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഈ ടൂറിസം മാപ്പിൽ അല്ലെങ്കിൽ ആ പേജിൽ നമ്മുടെ ഈ ക്ഷേത്രവും ഇടം പിടിച്ചു എന്നുള്ളത് നല്ലൊരു സമയമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രങ്ങളിലൊന്നാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. ആയുർവേദ മൂർത്തിയായ ശ്രീ ധന്വന്തരി മൂർത്തിയെ ദർശിക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി ആഘോഷത്തിന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്താറുണ്ട്.
ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരും ഡോക്ടർമാരും ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തുകയും ഭജനമിരിക്കുകയും ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിന്റെ വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ക്ഷേത്രത്തെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് ഇത് പരിഗണിച്ചതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കേന്ദ്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെറുചക്കിച്ചോല ഉൾപ്പെടെയുള്ള പുതിയ ടൂറിസത്തിന്റെ സാധ്യതകളുടെ തുടർച്ച ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകും. പ്രാദേശിക ടൂറിസത്തിന്റെ പുതിയ സാധ്യതകളെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെയും കുന്നംകുളം MLA AC മൊയ്തീന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം മാപ്പിൽ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അധികൃതർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ക്ഷേത്രത്തെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ അറിയിച്ചു. ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തരി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാൻ കഴിയുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. ഇതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ബഹുമാനായ സ്ഥലം MLA AC മൊയ്തീൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വസന്തലാൽ തുടങ്ങിയവരോടുള്ള നന്ദിയും ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യോഗത്തിൽ ഭാരവാഹികളായ NK ഗോപാലൻ, TK ശിവൻ, KS ഗോപിനാഥ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഏക തീരദേശ പഞ്ചായത്തായ വാടനപ്പള്ളി പഞ്ചായത്തിൽ കടലേറ്റം ചെറുക്കുവാനായി 35 ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് ഭരണാനുമതി നൽകിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. വാടനപ്പള്ളി പഞ്ചായത്തിലെ 12ഓളം വീടുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളെയും കുടിവെള്ള പൈപ്പുകൾ, റോഡ് തുടങ്ങി പ്രദേശത്തുണ്ടായ നഷ്ടങ്ങളെ സംബന്ധിച്ച് മുരളി പെരുന്നെല്ലി MLA നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ ഉന്നയിച്ചപ്പോഴാണ് മന്ത്രി ഫണ്ട് അനുവദിച്ച് ഭരണാനുമതി നൽകിയ കാര്യം വ്യക്തമാക്കിയത്. നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവിടെ അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരുന്നു. മുരളി പെരുന്നെല്ലിയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ 35 ലക്ഷം രൂപ അനുബന്ധിച്ച് അതിൻ്റെ പ്രവർത്തികൾക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കുന്നൊരു വർക്കൗട്ടുണ്ട്. നാശനഷ്ടം സംഭവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് കടപ്പുറം പഞ്ചായത്തിലെ കടലേറ്റം തടയുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായ പഠനം നടത്തി കടലോരം സംരക്ഷിക്കണമെന്നും ടെട്രോപാഡ് പോലെയുള്ള ആധുനിക സംവിധാന രീതി കടപ്പുറം പഞ്ചായത്തിൽ കൊണ്ടുവരണമെന്നും മുൻ MLA കൂടിയായ ചന്ദ്രമോഹൻ ആവശ്യപ്പെട്ടു. കടപ്പുറം വില്ലേജ് ഓഫീസിൽ പരാതി പറയാൻ ചെന്നാൽ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. മാർച്ചിൽ DCC സെക്രട്ടറി KD വീരമണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, C മുസ്താഖ് അലി, PA നാസർ, PK നിഹാദ്, അബ്ദുൾ റസാഖ്, സജീവ് കൊപ്പര എന്നിവർ സംസാരിച്ചു. നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി മുരളി പെരുന്നെല്ലി MLA മാറിയെന്ന് DCC സെക്രട്ടറി V വേണുഗോപാൽ. തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ പാരീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണലൂർ, കുന്നംകുളം നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും MLAയുടെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വേണുഗോപാൽ പറഞ്ഞു. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ കടന്നുപോകാനാവാത്ത അവസ്ഥയാണുള്ളത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുമ്പോഴും നിസ്സംഗതയിലാണ് ഭരണാധികാരികൾ. പഞ്ചായത്തും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷത്തിൻ്റെതായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത്. BJPയും CPMും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ട്. ആ അവിശുദ്ധ ബന്ധത്തിൻ്റെ സന്തതിയാണ് സുരേഷ് ഗോപി. അപ്പോൾ ഇവിടെ MLA, MP ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണ സംവിധാനങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ.
എന്നിട്ടെന്ത് ഈ പാരീസ് റോഡ് നന്നാക്കാനുണ്ട്? ഇവിടെ മണ്ണൂർ നിയോജകമണ്ഡലത്തെയും കുന്നംകുളം നിയോജകമണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡാണ് പാരീസ് റോഡ്. ആ പാരീസ് റോഡിൻ്റെ ദയനീയമായ സ്ഥിതി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓടിക്കാൻ പറ്റില്ല, ബസ്സുകൾക്ക് പോകാൻ പറ്റുന്നില്ല, കാൽനട യാത്രക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്നില്ല. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് PV നിവാസ്, അപ്പു ആളൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡ്യത്ത്, TO ജോയ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് NM നജീർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക നേതാക്കളായ KH ഇക്ബാൽ, KK അഷറഫ്, UA സുരേന്ദ്രൻ, UR ബാലകൃഷ്ണൻ, PH റഷീദ്, MR നിമീഷ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. വാർത്തകളിലേക്ക്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാരീസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CITU കണ്ടാണശ്ശേരി പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ C അംബികേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR രജീഷ് അധ്യക്ഷനായി. യൂണിയൻ കണ്ടാണശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി റൻസൻ ഇമ്മട്ടി, യൂണിറ്റ് സെക്രട്ടറി KK മുസ്തഫ, യൂണിറ്റ് ട്രഷറർ AK മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സമരത്തെ തുടർന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന് യൂണിയന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് യൂണിയൻ നേതാക്കൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവും ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ജോസ് പോൾട്ടിയുടെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചു. കേച്ചേരി സെന്ററിലും ചൂണ്ടൽ പഞ്ചായത്ത് കാര്യാലയത്തിലും പൊതുദർശനം വെച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. നാളെ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. തൃശൂർ ജൂബിലി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് ജോസ് പോൾട്ടി മരണത്തിന് കീഴടങ്ങിയത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കേച്ചേരി സെന്ററിലെത്തിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും ജോസ് പോൾട്ടി ജനറൽ സെക്രട്ടറിയായ കേച്ചേരിയിലെ INTUC ചുമട്ടുതൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് I വേണുഗോപാൽ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഇറക്കിവെച്ച ഭൗതിക ശരീരത്തിൽ പ്രസിഡന്റ് രേഖ സുനിൽ, CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ആക്സ് ജില്ലാ സെക്രട്ടറി AF ജോണി തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. ഏകദേശം 10 മിനിറ്റോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ചൂണ്ടൽ പുതുശ്ശേരി റോഡിലുള്ള വസതിയിലെത്തിച്ചു. DCC പ്രസിഡന്റ് PA മാധവൻ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി V വേണുഗോപാൽ, പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P മാധവൻ, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ പോൾ, ജെയ്സൺ ചാക്കോ എന്നിവർ ചേർന്ന് ഭൗതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന പാലക്കാട് MP BK ശ്രീകണ്ഠന് വേണ്ടി DCC സെക്രട്ടറി V വേണുഗോപാൽ പുഷ്പചക്രം സമർപ്പിച്ചു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പുതുച്ചേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ നടക്കും. CCTV ന്യൂസ്, കേച്ചേരി. തയ്യൂർ മേഖലയിൽ സ്ഥാപിച്ച കൊടിക്കാലുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിവേക് MG ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി അൻസാർ തയ്യൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, മണ്ഡലം സെക്രട്ടറിയും തയ്യൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായ അക്ബർ പഴവൂർ, തയ്യൂർ മേഖലാ പ്രസിഡന്റ് നിതീഷ്, ഫ്രാൻഡോ ഫ്രാൻസിസ്, അലൂഷി കബീർ, തയ്യൂർ മേഖലാ യൂണിറ്റ് സെക്രട്ടറി അതുൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിലെ ക്രമസമാധാന നില ഇല്ലാതാക്കാൻ വേണ്ടി CPM നേതൃത്വത്തിലാണ് കൊടിക്കാലുകളും മറ്റും നശിപ്പിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പാളയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലേഹിയുടെ ദുക്രാന ഊട്ട് തിരുനാൾ നാളെ ആഘോഷിക്കും. 1,00,000 പേർക്കുള്ള ദുക്രാന ഊട്ടിനായി എല്ലാവിധ ഒരുക്കങ്ങളും തീർത്ഥ കേന്ദ്രത്തിൽ പൂർത്തിയായി. നാളെ രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ ദിവ്യബലികൾ ഉണ്ടായിരിക്കും. രാവിലെ 7:30 ഊട്ട് ആശീർവാദവും 9:30 ദിവ്യബലിക്കു ശേഷം ജൂലൈ 13, 14 തീയതികളിൽ നടത്തപ്പെടുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. ഊട്ടുതിരുനാളിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, ജനറൽ കൺവീനർ CD ലോറൻസ് എന്നിവർ അറിയിച്ചു. ഏകദേശം 19,000-ഓളം ഭക്തജനത്തിനാണ് നമ്മളിവിടെ ഊട്ടുനേർച്ച ഒരുക്കിയിരിക്കുക. രാവിലെ 9:30 ആഘോഷമായ ദിവ്യബലിക്ക്
തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് മുഖ്യ കാർമ്മികനായി തിരുക്കർമ്മത്തിൽ പങ്കുചേരുകയാണ്. ഏകദേശം 1,00,000 പേർക്കുള്ള ഊട്ടുനേർച്ചയ്ക്ക് വേണ്ടിയാണ് പാലയൂർ തീർത്ഥകേന്ദ്രം ഒരുങ്ങിയിട്ടുള്ളതെന്നും അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഊട്ട് കമ്മിറ്റി കൺവീനർ ചാക്കോ പുലിക്കോട്ടിൽ അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 4 മണി വരെ ഊട്ടുണ്ടായിരിക്കും. കടന്നുവരുന്ന വിശ്വാസികൾക്കുള്ള വഴിപാട് നേർച്ചകൾ എല്ലാം ഒരുങ്ങിയതായി നേർച്ച കൺവീനർ സ്റ്റീഫൻ ചെമ്മണ്ണൂർ അറിയിച്ചു. ഊട്ടുനേർച്ചയും നേർച്ച പായസവും പാർസലായും ലഭിക്കുമെന്ന് പാർസൽ കൺവീനർ ജോൺസൺ നീലങ്കാവിൽ അറിയിച്ചു. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ സന്തോഷ് ടി ജെ, പോൾ കെ ജെ, ബാബു സി എം, ജോഫി ജോസഫ്, ഷോബി ഫ്രാൻസിസ്, കെ ജെ യേശുദാസ് തുടങ്ങി വിവിധ കമ്മിറ്റിയിലെ അംഗങ്ങൾ ദുക്രാന തിരുനാളിന് നേതൃത്വം നൽകി വരുന്നു. CCTV ന്യൂസ് ചാവക്കാട്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹയുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. ജൂലൈ 3-ന് ദുക്രാന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 6 മണിക്കും 7:30ക്കും ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡേവി കാവുങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും ഉണ്ടാകും. വൈകിട്ട് 7 മണി മുതൽ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യം, സ്റ്റേജ് ഷോ എന്നിവ നടക്കും. വികാരി ഫാദർ ഷാജു ഉക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ KR ജിൻസൺ, KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് ഓഫ് ടെമ്പിൾ സിറ്റിയുടെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം, കറിവേപ്പില തോട്ട നിർമ്മാണം, ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണം, കാഴ്ച വൈകല്യമുള്ളവർക്ക് കണ്ണട വിതരണം, പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ വിതരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. ചൊവ്വലൂർ പടി സെന്റ് ജോൺസ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർ തിലകാവതി ആദരിച്ചു. പ്രധാനാധ്യാപിക ലത ജോർജ്, ബാബു വർഗീസ്, ഡാഡി തോമസ്, VV ഗിരീഷ്, മനോജ്, ഡൊമിനിക്, CC വിനു, ബോസ് വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ പൊതുതെരഞ്ഞെടുപ്പിനെ അനുകരിച്ച് നടത്തിയ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വേറിട്ട അനുഭവമായി. ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണവും വ്യാഴാഴ്ച പിൻവലിക്കലും സ്ഥാനാർത്ഥി നിർണയവും നടന്നു. കുട്ടികൾ തന്നെ അവരവരുടെ ചിഹ്നങ്ങളുമായി പ്രകടനങ്ങൾ നടത്തി. രാവിലെ 10:30-ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ തുടങ്ങിയ ഇലക്ഷൻ 3 മണിയോടെ അവസാനിച്ചു. PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, മാതൃസംഘം പ്രസിഡന്റ് സരിത സജീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷീബ വേണു, സുമയ്യ നജീബ്, അധ്യാപകരായ വിനോജ്, ആന്റണി എന്നിവർ നേതൃത്വം നൽകി. പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് വരണാധികാരിയായിരുന്നു. ജനാധിപത്യത്തിന്റെ മഹത്തായ ആശയങ്ങൾ കുരുന്നുകളിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു. CCTV ന്യൂസ് പൊന്നിയൂർകുളം. CCC ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നാടക ആചാര്യൻ ഭാർഗവൻ പള്ളിക്കരയെ അനുസ്മരിച്ചു. ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ചന്ദ്രൻ ചങ്കത്ത്, K സുരേഷ് കുമാർ, ലത്തീഫ് മമ്മിയൂർ, PI ആൻഡോ, ഡേവിസ് ചുങ്കത്ത്, ഉദയൻ പേരകൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസിന്റെ ശിഷ്ടം എന്ന നാടകം അരങ്ങേറി. വിഭിന്നശേഷിക്കാർ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നടന്ന ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം ശ്രദ്ധേയമായി. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. തുടർന്ന് സ്കൂൾ ലീഡർ മുഹമ്മദ് ഫയാസിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ സഹോദര സ്ഥാപനമായ അൻസാർ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും ഡോക്ടേഴ്സിനെ കണ്ട് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തിയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളെ ഡയറക്ടർ M അബ്ദുൾ നാസർ മധുരം നൽകി സ്വീകരിച്ചു. തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി വിവിധ വിഭാഗങ്ങൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. ഉച്ചതിരിഞ്ഞ് സ്കൂളിൽ ഹോസ്പിറ്റൽ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു. കുട്ടികൾ ഡോക്ടർമാരായിക്കൊണ്ട് വിവിധ സമയങ്ങളിലായി OPകൾ സജ്ജീകരിച്ചുകൊണ്ടായിരുന്നു ഡെമോൺസ്ട്രേഷൻ. അൻസാർ ഹോസ്പിറ്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ സാജു PK വിദ്യാർത്ഥികൾക്ക് ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഫൗസിയ ഷഹീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്കൂൾ അധ്യാപിക ഹനാൻ നന്ദിയും പറഞ്ഞു. മറ്റധ്യാപകർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. മാലിന്യ സംസ്കരണ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയ്ക്ക് മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റിന്റെ ആദരം. ജൂലൈ 1-ന് നടന്ന ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രത്യേക യോഗത്തിലാണ് ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദരവേറ്റുവാങ്ങിയത്.
പലഹാര വിൽപ്പനയുടെ മറവിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്ന കടത്ത് 200ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 5 പേർ വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായി. തെക്കേ പുന്നയൂർ കരിയത്ത് വീട്ടിൽ മോഹൻ മകൻ ഷിജിൽ, വടക്കേക്കാട് കണ്ടാണത്ത് വീട്ടിൽ മൊയ്തീൻ മകൻ ഷറഫുദ്ദീൻ, തെക്കേ പുന്നയൂർ തട്ടത്തായിൽ വീട്ടിൽ അബ്ദുള്ളക്കുട്ടി മകൻ ഹസൻ, വടക്കേക്കാട് അഞ്ഞൂർ മരോത്തി വീട്ടിൽ വർഗീസ് മകൻ ജോഷി എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുകയില കടത്താൻ ഉപയോഗിച്ച ഓട്ടോ കസ്റ്റഡിയിലെടുത്തു. വടക്കേക്കാട് SHO R ബിനുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SIമാരായ KB ജലീൽ, PS സുധീർ, CPOമാരായ നിബു, വിപിൻ, ഷിഹാബ്, ബിനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആരവിനായി കൈകോർത്തിറങ്ങാൻ തീരുമാനിച്ച് കുന്നംകുളം. വിവിധ ആവശ്യങ്ങൾക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനായി കുന്നംകുളം കൈകോർത്തിറങ്ങുന്നത്. 1ാം ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കേണ്ട ഒരു പിഞ്ചു കുഞ്ഞിനെ ആശുപത്രി കിടക്കയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ കൂടിയാണ് കുന്നംകുളം ഒരുമിക്കുന്നത്. അപ്ലാസ്റ്റിക് അനീമിയെ ബാധിച്ച പോർക്കുളം കടാമ്പുള്ളി വീട്ടിൽ സെൽവൻ രമ്യ ദമ്പതികളുടെ 6 വയസ്സുള്ള മകൻ ആരവിന്റെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായാണ് കുന്നംകുളത്തെ പൊതുസമൂഹം മുന്നിട്ടിറങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി കുന്നംകുളത്തെ പ്രമുഖ രാഷ്ട്രീയ, വ്യാപാര, സാംസ്കാരിക രംഗത്തെ നേതാക്കൾ ഒത്തുചേരുകയും വിപുലമായ ഫണ്ട് ശേഖരണത്തിന് പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. ചേംബർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. CPM, കോൺഗ്രസ്, BJP നേതാക്കളും വ്യാപാരി സമൂഹവും പൊതുപ്രവർത്തകരും ആരവിനായി ഒന്നിച്ചിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ബസ്, മത്സ്യമാർക്കറ്റ്, ആരാധനാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും വിവിധ ദിവസങ്ങളിൽ കൂട്ടായി ധനം സമാഹരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് നടത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 26 ലക്ഷം രൂപ ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ അമ്മ രമ്യയുടെ മജ്ജ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്തെങ്കിലും പൂർണ്ണമായി വിജയിച്ചില്ല. നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പീഡിയാട്രിക് ഓങ്കോളജി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പിതാവായ സെൽവന്റെ മജ്ജ ആരവിനു മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. ആദ്യം മജ്ജ നൽകിയ മാതാവ് രമ്യ ആശുപത്രിയിൽ പൂർണ്ണ വിശ്രമത്തിൽ തുടരുകയാണ്. പിതാവ് കൂടി മജ്ജ മാറ്റിവെക്കലിന് വിധേയമാകുന്നതോടെ കുടുംബം മുഴുവൻ ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥയിലാണ്. ഇനിയുള്ള മജ്ജ മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 25 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. ജോസഫ് ചാലിശ്ശേരി, PG ജയപ്രകാശ്, M ബാലാജി, MV ഉല്ലാസ്, MK പോൾസൺ, ബിജു C ബേബി, സുഭാഷ് പാകത്ത്, ലബീബ് ഹസൻ, CG രഘുനാഥ്, മഹേഷ് തിരുത്തിക്കാട്, ബാലചന്ദ്രൻ വടാശ്ശേരി, KA ജ്യോതിഷ്, MS പോൾ, PJ ജെബിൻ, ജ്യോതിസ് സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ആരവിന്റെ ചികിത്സയ്ക്കായി ആരംഭിച്ച അക്കൗണ്ട് നമ്പർ സെൽവൻ KS 110172134037, കനറ ബാങ്ക് കുന്നംകുളം. ഗൂഗിൾ പേ നമ്പർ 8136913491, മറ്റൊരു നമ്പർ 8921062856. ഒരു അക്കൗണ്ടിൽ പരിമിതിയുണ്ട്. ഒരു ദിവസം അതിൽ എൻട്രി വരുന്നതിന് ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അക്കൗണ്ടുകൾ തുടങ്ങണമല്ലോ. അങ്ങനെ എരുമപ്പെട്ടിയിലും അതുപോലെ തന്നെ കുന്നംകുളത്തുമായി നമ്മൾ 6 അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ 6 അക്കൗണ്ടുകളിലുമായി ഇപ്പോൾ 28/6/2024 വരെ, അതായത് കഴിഞ്ഞ ദിവസം വരെ നമുക്ക് വന്ന സംഖ്യ 25,23,297 രൂപയാണ്. അതായത് 25 ലക്ഷം രൂപ നമുക്കവിടെ വിവിധ ആളുകളിൽ നിന്നായി അതിന് സന്നദ്ധ സംഘടനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ചില അഭ്യുദയകാംക്ഷികൾ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അവതരിപ്പിച്ചതുപോലെ 25 ലക്ഷം രൂപ വേണം എന്നുള്ളതാണ് അവർ നമുക്ക് എസ്റ്റിമേറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് തന്നിട്ടുള്ള സംഖ്യ, 25 ലക്ഷം രൂപ. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് നഗരസഭയിലെ പരപ്പിൽ താഴം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ദുരിതം അനുഭവിക്കുന്നവരെ BJP മണ്ഡലം പ്രസിഡന്റ് KR ബൈജുവിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പരിസരത്ത് അസഹ്യമായ ദുർഗന്ധവും മലിനമായ ജലസ്രോതസ്സുകളും നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറാകുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സുമേഷ് തേർലി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ AA വേലായുധകുമാർ, KS അനിൽകുമാർ, സിന്ധു അശോകൻ, മണ്ഡലം സെക്രട്ടറി വർഷ മണികണ്ഠൻ, സുഗന്ധവേണി, ഗണേഷ് ശിവജി തുടങ്ങിയവരാണ് സ്ഥലത്തെത്തി പ്രദേശവാസികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചത്. എല്ലാ വാർഡിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപമാണ്. ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത് പ്രകാരം നമുക്ക് വന്ന് നോക്കുന്ന ഏതൊരാൾക്കും അറിയാം, ഈ മാലിന്യം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഈ ഭാഗത്തുള്ള ഈ പരിസരവാസിയായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം
ദുസ്സഹമായിരിക്കുന്നൊരു കാഴ്ചയാണ്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ പനി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട മുനിസിപ്പൽ അധികൃതർ ഇതിലിടപെട്ടുകൊണ്ട് ഈ മാലിന്യം വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ മാലിന്യം ഇവിടെ സംസ്കരിക്കണമെന്നാണ് ഇവിടുത്തെ ഈ നാട്ടുകാർ. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. 4 വർഷ ഡിഗ്രി കോഴ്സുകളെക്കുറിച്ച് FY UG കോർഡിനേറ്ററും മാനേജ്മെന്റ് സ്റ്റഡീസിലെ വകുപ്പ് മേധാവിയുമായ ഫാസിൽ ബാബു ക്ലാസ് നയിച്ചു. തുടർന്ന് 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനം കുന്നംകുളം ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി സന്ദേശം നൽകി. ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംബേഴ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, PTA പ്രസിഡന്റ് സെയ്ദ് ഹാരിസ്, വാർഡ് കൗൺസിലർ ബിജു സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. VK മോഹനൻ കാർഷിക സമിതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ചാവക്കാട് വസന്തം കോർണറിൽ നടന്ന ചടങ്ങ് മുൻ കൃഷിവകുപ്പ് മന്ത്രിയും VK മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി തൈകൾ പ്രവാസികാര്യ ക്ഷേമ വകുപ്പ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഏറ്റുവാങ്ങി. 5000 പച്ചക്കറി തൈകൾ സൗജന്യമായി മേഖലയിൽ വിതരണം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് കൃഷി ഓഫീസർ ആനി റോസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. PK രാജേശ്വരൻ സ്വാഗതവും AS ശിവദാസൻ നന്ദിയും പറഞ്ഞു. 2 കാര്യം അതുകൊണ്ടുണ്ടാവും. ഒന്ന്, നല്ല പച്ചക്കറി കഴിക്കാൻ കഴിയും. ആരോഗ്യദായകമായ പച്ചക്കറിയായി നമുക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. മരുന്ന് വാങ്ങാൻ പോകണ്ട, രോഗങ്ങൾ കുറയും. മറ്റൊരു കാര്യം, നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉൽപാദനം വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു നാടിൽ പുരോഗതി ഉണ്ടാവൂ. എരുമപ്പെട്ടി പഞ്ചായത്ത് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത്ത് മുഖ്യാതിഥിയായി. പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, സെമിനാർ, കർഷക സഭ, വിപണനമേള എന്നിവ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, NP അജയൻ, PM സജി, MC ഐജു, സുധീഷ് പറമ്പിൽ, KB ബബിത, റീന വർഗീസ്, മേഗി അലോഷ്യസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഞാറ്റുവേല ചന്ത നടത്തുന്നു. ഇവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ ഞാറ്റുവേല ചന്തകളും ഈ തൈകളൊക്കെ കൊടുത്തു വെച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും, കർഷകർക്ക് കൊടുക്കും. പക്ഷെ അതിൽ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ വളരെ മുൻപന്തിയിലേക്ക് കൊണ്ടുപോകുന്ന, പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പല കാർഷിക ഉപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കമ്മിറ്റിയും മരത്തങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ KA ജോസ് നിർവഹിച്ചു. സംഘടനയുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ്, സ്കൂൾ പ്രധാനാധ്യാപിക KK രശ്മി, ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു, സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശ്, ജില്ലാ ട്രഷറർ ശങ്കര നാരായണൻ, സ്കൂൾ അധ്യാപകൻ ടോജൻ ജോബ്, ഡെന്നിസ് മങ്ങാട്, സംഘം പഞ്ചായത്ത് മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ അന്തിക്കാട്, ജില്ലാ പ്രസിഡന്റ് NA വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വൃക്ഷത്തൈകളുടെ കൈമാറ്റം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസ് പരിസരത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ കുരുമുളക് വള്ളികളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ PV രജീഷ്, റംല വീരാൻകുട്ടി, ഷഹന അലി, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ CM സുരേഷ്, കൃഷി അസിസ്റ്റന്റുമാരായ P ലിംലി, R രേഷ്മ, TK നബീസ, AV അമ്മണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. SHM പദ്ധതി പ്രകാരം 2200 കുരുമുളക് തൈകളാണ് കൃഷിഭവനിൽ വിതരണത്തിനായി എത്തിയത്. 25 സെന്റിൽ കുറയാതെ സ്ഥലമുള്ള കർഷകർക്ക് 50 കുരുമുളക് വള്ളികൾ വീതമാണ് നൽകുന്നത്.
കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ സ്റ്റുഡന്റ് ക്യാബിനറ്റ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ സാന്നിധ്യത്തിൽ അധികാരമേറ്റു. സ്കൂൾ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ക്യാബിനറ്റിലൂടെ ആകർഷണീയമായ നേതൃത്വപാടവം, ആത്മവിശ്വാസം തുടങ്ങിയ കഴിവുകൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണെന്ന് സീതാ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മാനേജർ ഫാദർ വിജു കോലങ്ങണ്ണി CMI അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി വിജയികളായ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഹെഡ് ബോയായി ഗൗതം രാജേഷും ഹെഡ് ഗേളായി സ്വാതി KPയും തെരഞ്ഞെടുക്കപ്പെട്ടു. അച്ചടക്കം, ശുചിത്വം, സന്മാർഗപരമായ പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിച്ച് നടത്തുന്നതിനായി 27 പേരടങ്ങുന്ന ട്രെൻഡ് സെറ്റേഴ്സിനെയും നിയമിച്ചു. തികച്ചും ജനാധിപത്യ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ക്യാബിനറ്റ് അംഗത്വത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും പുരോഗമനപരവും യുക്തിസഹവുമായ വീക്ഷണം കാഴ്ചവെക്കാനും ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. ചൊവ്വന്നൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ചന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി വൃന്ദ, കൃഷി ഓഫീസർ ശ്രുതി, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധയിനം ഫലവൃക്ഷ തൈകൾ, ടിഷ്യൂ കൾച്ചർ, നേന്ത്രൻ, വിവിധയിനം പച്ചക്കറി തൈകൾ, ഹൈബ്രിഡ് കമുക, ചെണ്ടുമല്ലി തൈകൾ, തെങ്ങിൻ തൈകൾ, വിവിധയിനം ജൈവ കീടരോഗ നിയന്ത്രണോപാധികൾ, ജൈവ വളങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നംകുളം SHO UK ഷാജഹാൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി എന്ന വിപത്തിനെ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കുട്ടികൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ കൃപ സംസാരിച്ചു. പൊർക്കളങ്ങാട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള പോർക്കളങ്ങാട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂൺ 30 ഞായർ, ജൂലൈ 1 തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിച്ചു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി തേലമ്പറ്റ മനക്കൽ കേശവൻ നമ്പൂതിരിയും അനിയൻ നാരായണൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ഗുരുതിയോടെ ചടങ്ങുകൾ പര്യവസാനിച്ചു. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി പ്രസാദ് പുളിക്കൽ, ശ്രീകാന്ത് ഗുരുപദം എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തിപ്രഭാഷണവും, ജ്യോതിസ് ഇരിങ്ങാലക്കോട് അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും, കീർത്തന കൃഷ്ണകുമാർ അവതരിപ്പിച്ച സോപാന സംഗീതവും ഉണ്ടായിരുന്നു. രണ്ട് ദിവസവും 3 നേരവും ക്ഷേത്രത്തിൽ പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ജിതിൻ രാജ്, സെക്രട്ടറി അഭിജിത്ത്, ട്രഷറർ നിവേദ്, ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രബോസ്, സജി കൂനത്ത്, സുജിത്, നിഖിൽ, വിഘ്നേഷ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. തൊഴിയൂർ ശ്രീ ചേറ്റട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പരിഹാര കർമ്മങ്ങളും തെക്കേമടം മൂപ്പിൽ സ്വാമിയാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മണിക്ക് തെക്കുമടം മൂപ്പിൽ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി സ്വാമിമാരുടെ പുഷ്പാഞ്ജലിക്ക് ശേഷം സ്വാമിയാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മഠത്തിൽ മുണ്ടയൂർ നാരായണ നമ്പൂതിരി, ബ്രഹ്മശ്രീ മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, പഞ്ചഗവ്യം, കലശം എന്നീ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. മേൽശാന്തി താഴത്തുപുരയ്ക്കൽ ഷാജി സഹകാർമ്മികനാകും. തുടർന്ന് 11 മണി മുതൽ ഭക്തർക്കായി അന്നദാനവും ഉണ്ടാകും. ഭാരവാഹികളായ TG രതീഷ്, TP പ്രദീപ് കുമാർ, KK വേണുഗോപാൽ, മാധവൻ പൂങ്ങാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്ക് സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ ക്യാമ്പയിനും റാലിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പ്രമോൺ സ്ത്രീധനത്തിനെതിരെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി കൗൺസിലർ നിവ്യ PS സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗ പത്മ വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് ജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിന്ദു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം ഭരണകക്ഷി അംഗങ്ങൾ അട്ടിമറിച്ചതായി പുന്നൂർക്കുളം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ജൂൺ 5 രാവിലെ 11 മണിക്ക് പുന്നൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്,
വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തിരുന്നു. മുഴുവൻ വാർഡിലെയും മെമ്പർമാർ ആ വാർഡിലെ മരണപ്പെട്ടവരുടെയും സ്ഥിരതാമസക്കാർ അല്ലാത്തവരുടെയും ലിസ്റ്റ് നൽകണമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനമാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന് ഇവർ ആരോപിച്ചു. ജൂൺ 21-ാം തീയതിക്ക് മുൻപ് നൽകിയ ആക്ഷേപങ്ങളിൽ യഥാസമയം നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തുന്നതിൽ വീഴ്ച വന്നു. ചെമ്മണ്ണൂർ 8-ാം വാർഡിൽ താമസിക്കുന്ന ലൈഫ് ഗുണഭോക്താവിനെ സ്ഥിരതാമസക്കാരനല്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയുടെ പാർട്ടി ഭാരവാഹികൾ വാർഡിൽ നിന്നും പേരുവെട്ടാൻ അപേക്ഷ നൽകിയെന്നും ആരോപണമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്ന BJPയും CPMും ഹിയറിംഗ് സമയത്ത് നടത്തിയ കോപ്രായങ്ങളും ഇറങ്ങിപ്പോക്കും നാടകമായിട്ടാണ് കാണുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും CPMന്റെ കപട രാഷ്ട്രീയത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പി രാജൻ, റാഫി മാലിക്കുളം, അഷ്കർ അറക്കൽ, ടിപ്പു ആറ്റുപുറം തുടങ്ങിയവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് മുന്നറിയിപ്പ് നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. പുതിയ അക്കാദമിക വർഷത്തെ കായിക മത്സരങ്ങൾ സുഭദ്ര മുഖർജി ഫുട്ബോൾ മത്സരത്തോടുകൂടി തുടങ്ങി. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി AK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിജു, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ AS മിഥുൻ, റവന്യൂ ജില്ലാ സെക്രട്ടറി KK മജീദ് എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിൽ അണ്ടർ-17 പെൺകുട്ടികളുടെ വിജയകിരീടം SNVHSS ആളൂരിനെ 1-0 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തി. LBMS HMSS അവിട്ടതൂർ സ്വന്തമാക്കി. ഫൈനൽ മത്സരങ്ങളും സമ്മാനദാന ചടങ്ങും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ പതാക ദിനം ആചരിച്ചു. രാവിലെ പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മറ്റം ഫൊറോന വികാരിയും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് EF സണ്ണി, സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് ഭാരവാഹികളായ CJ ബാബു, ജോൺസൺ കാക്കശ്ശേരി, റിജോ തരകൻ, PT സേവി എന്നിവർ പതാക ദിനാചരണത്തിന് നേതൃത്വം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ഹരിതകർമ്മസേനക്കാർക്കുള്ള യൂണിഫോം, ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ യൂണിഫോം, ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷെക്കേല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ഷീബ ചന്ദ്രൻ, TO ജോയ്, അസിസ്റ്റന്റ് സെക്രട്ടറി K മനോജ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബൈജു വിൻസെന്റ്, വിവേക് ജസ്റ്റിൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഭാനുദാസൻ, ഹരിതകർമ്മ കോർഡിനേറ്റർ നിത്യ ഉണ്ണികൃഷ്ണൻ, ഹരിതകർമ്മസേന പ്രസിഡന്റ് ഉഷ, സെക്രട്ടറി സുദീപ എന്നിവർ പങ്കെടുത്തു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 പേർക്ക് 1,20,000 രൂപയാണ് യൂണിഫോമിനായി ചെലവഴിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തേക്ക് ഇൻസ്പയർ ഇൻഷുറൻസ് പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയ സ്ഥിതി പരിഹരിക്കാൻ നടപടികളെടുക്കാത്ത ഇടതുപക്ഷ ഭരണാധികാരികളുടെ നിരുത്തരവാദപരമായ നടപടിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സാംസൺ പുലിക്കോട്ടിൽ, NMM റഫീഖ്, KM ബെന്നി, VV സാംസൺ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ചിറ്റം സെന്ററിൽ നിന്ന് വൺവേ ജംഗ്ഷനിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ND ശശി, കരീം പെരുന്തുരുത്തി, മൊയ്തുണ്ണി പെരുന്തുരുത്തി, ഷെരീഫ് കോട്ടോൾ, TK പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വനൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സൈമൺ ഐ ഹോസ്പിറ്റൽ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ, ഡോക്ടർ അനിലാസ് ക്ലിനിക് എന്നിവരുടെ സഹകരണത്തോടെ ആയുർവേദ ഹോമിയോ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും സംഘടിപ്പിച്ചു. പള്ളിവികാരി ഫാദർ തോമസ് ചൂണ്ടൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ഡിൽജോ തരകൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഷാജി മണ്ടുമ്പാൽ, കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, കൈക്കാരൻ PD ഷിജു, കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, ഫൊറോന ജോയിന്റ് സെക്രട്ടറി ജോഫി ജോസ്, ഡോക്ടർ നയന രാജ്, ഡോക്ടർ അനില ജോസ്, ഡോക്ടർ നിഷ ബാലൻ, വിനു സ്റ്റാലിൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം ചിറമനങ്ങാട് വായനശാലയിൽ സുവിധം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധനർക്ക് ധനസഹായം നൽകി. 14 വർഷക്കാലമായി എല്ലാ ഇംഗ്ലീഷ് മാസം അവസാന ഞായറാഴ്ചയിലാണ് അർഹരായ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നത്. വായനശാലയിൽ നടന്ന ചടങ്ങിൽ ഷാജൻ കോഴിപ്പറമ്പിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പാതിരിക്കാട്ട് മുരളി, സെക്രട്ടറി മുൻ പോസ്റ്റ് മാസ്റ്റർ ഗോപി, ട്രഷറർ ഷാജി വലിയറ, അപ്പുണ്ണി സാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ലയൺ ഇയറിന് തുടക്കമിട്ട് മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ് സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടത്തിയ ചടങ്ങ് റീജിയൻ ചെയർമാൻ ലയൺ ലിജോ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലയൺ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കറിവേപ്പില തോട്ട നിർമ്മാണം, പ്രമേഹ പരിശോധന, കിറ്റ് വിതരണം, ചൈൽഡ് ഫുഡ് ക്യാൻസർ പ്രോട്ടീൻ കിറ്റ് വിതരണം, വിഷൻ ഐ പ്രൊട്ടക്ഷൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം, ഹരിത കർമ്മസേനയെ ആദരിക്കൽ എന്നിവയാണ് ഏറ്റെടുത്തത്. ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർ സതീഷ് കുമാറിനെ ആദരിച്ചു. CJ ജോബി, ജോയ്സി ഷാജു, മുണ്ടത്തിക്കോട് NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, സ്കൂൾ പ്രധാന അധ്യാപിക V സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വളരെ പുഞ്ചിരിച്ചുകൊണ്ട്, അതായത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അത് ഏറ്റുവാകുന്നവരുടെ മുഖത്തുനിന്ന് കിട്ടുന്ന സന്തോഷവും അത് കൊടുക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷവും എല്ലാം കൂടി വളരെ ആസ്വദിച്ച്, കഷ്ടപ്പെട്ടിട്ടല്ല, വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ സേവനങ്ങൾ. കാരണം ഇന്നീ വരുന്നിരിക്കുന്ന ക്ലബിലെ അംഗങ്ങളും ഒരുപാട് തിരക്കുകളുടെ ഉള്ളിൽ നിന്നാണ് ഈ സേവനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് BMS യൂണിയനിൽ നിന്ന് രാജിവെച്ച് INTUCയിൽ ചേർന്ന സജീവ് K ജോസിന് സ്വീകരണം നൽകി. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ സമ്മേളനം INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയനിൽ ചേർന്ന സജീവ് ജോസിന് മെമ്പർഷിപ്പ് നൽകി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ചടങ്ങിൽ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട PI തോമസിന് സ്വീകരണം നൽകി. ഭാരവാഹികളായ PM നൌഷാദ്, PP ഷക്കീർ, PM നിസാർ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6610 രൂപ, സ്വർണം പവന് 52,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. ചർമ്മം തിരുവത്ര കുഞ്ചേരിയിൽ താമസിക്കുന്ന പരേതനായ പിച്ചോത്തിൽ അഹമ്മദുണ്ണി മകൻ സെയ്ദ് മുഹമ്മദ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. കബറടക്കം കിറാമൻകുന്ന് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമ ഭാര്യയാണ്. സഫറുദ്ദീൻ, സഫരിയ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തമ്പുരാൻപടി മുണ്ടന്തറ ബാലൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. രാഗിണി ഭാര്യയും ബിന്ദു, ബിൻഷ, ബിൻസി എന്നിവർ മക്കളുമാണ്. മറ്റം കടവലൂർ വടക്കത്ത് രാവുണ്ണി മകൻ ബാലൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടക്കും. കാർത്തിയാനി ഭാര്യയും നിഷ, ജോഷി, സുഷിൻ എന്നിവർ മക്കളുമാണ്. എയ്യാൽ പാറപ്പുറം മുസ്ലിം പള്ളിക്ക് സമീപം കാരങ്ങൽ വീട്ടിൽ കുഞ്ഞുമോൻ മാസ്റ്റർ നിര്യാതനായി. 77 വയസ്സായിരുന്നു. വേലൂർ പഞ്ചായത്തിലെ പുരിയന്നൂർ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു പരേതൻ. സംസ്കാരം എയ്യാൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ആമിന ഭാര്യയാണ്. ഷബീർ, ഷമീർ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആനപ്പറമ്പ് കുന്നത്തുവളപ്പിൽ അബ്ദുൾ റഹ്മാൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഫാത്തിമയാണ് ഭാര്യ. ജിഷ, നിഷ, റാഷിദ് എന്നിവർ മക്കളാണ്. ഖബറടക്കം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ ദുക്രാന ഊട്ട് തിരുനാൾ ആഘോഷം നാളെ. 1,00,000 പേർക്കുള്ള ദുക്രാന ഊട്ടിനായി എല്ലാവിധ ഒരുക്കങ്ങളും തീർത്ഥകേന്ദ്രത്തിൽ പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം മാർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ. അതിമാരക മയക്കുമരുന്നായി MDMA-യുമായി യുവാവ് പിടിയിൽ. കടപ്പുറം തൊട്ടാപ്പ് കുടപ്പള്ളിക്കടുത്ത ചാലിൽ വീട്ടിൽ ഷഹറൂഫാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 3.73 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ബസ് ജീവനക്കാർ. വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് തളി പാറപ്പുറം മണിമുക്കിൽ കുന്നത്തുള്ളി പീടികയിൽ 30 വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ. നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി മുരളി പെരുന്നെല്ലി MLA മാറിയെന്ന് DCC സെക്രട്ടറി V വേണുഗോപാൽ. തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ പാരീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITUവും പ്രതിഷേധ സമരം നടത്തി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം. പട്ടാമ്പി ഞാങ്ങാട്രി വിജയനൃത്ത കലാസദനത്തിൽ കലാസദനം വിജയരാജന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ ഭാര്യ ഗൗരി, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികളും